വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലുകളോ ജാഗ്രതയോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് സെബിക്ക് താൻ കത്തയച്ചതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരുമായി നേരത്തെ അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാറിൽ ഉടമസ്ഥാവകാശം മാറുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നതാണ് വ്യവസ്ഥ. ഓഹരി കൈമാറുന്ന കാര്യത്തിലും സമാനമായ നിയന്ത്രണമുണ്ട്. ഒറ്റയ്ക്കോ കൂട്ടായോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിന് മുൻകൂർ അനുമതി വേണം. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടതായി അദാനി ഗ്രൂപ്പ് സെബിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടില്ല. ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. കൂടാതെ അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതല്ല. ദേശീയ സുരക്ഷയും പൊതു താൽപര്യവും മാനിച്ച് മാത്രമേ അനുമതി നൽകാവൂ എന്നാണ് മാനദണ്ഡം. ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഓഹരി കൈമാറ്റത്തിന് അപേക്ഷിച്ച അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തേടണമെന്ന് ആവശ്യപ്പെട്ടാണ് താൻ സെബിക്ക് കത്തയച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൂടാതെ മേൽ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ചട്ടങ്ങൾ പാലിച്ചാൽ അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം നിലനിൽക്കില്ല. സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ സഹായിക്കാൻ വഴിവിട്ട സഹായം നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളതെന്നും പിണറായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദാനി കമ്പനിയുടെ 49% ഓഹരി MSCക്ക് കൈമാറുന്ന വിവരം ജൂൺ 30-നാണ് പുറത്തു വന്നത്. 29-ന് അദാനി ഗ്രൂപ്പ് സെബിക്ക് ഓഹരി കൈമാറ്റത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. വിവരം പുറത്തു വന്നയുടൻ നിയമസഭയിൽ പ്രശ്നം പ്രത്യേകമായി ഉന്നയിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ്. ഇവിടെ കരാറിലെ നഗ്നമായ ലംഘനമാണ് നടന്നത്. എന്നിട്ടും മുഖ്യമന്ത്രിയും സർക്കാരും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയാണ് നിയമവും പോർട്ടും ധനകാര്യവും കൈകാര്യം ചെയ്യുന്നത്. കാര്യങ്ങൾ വളരെ ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി സമീപിച്ചത്. ഗുരുതരമായ കരാർ ലംഘനമാണ് നടന്നതെന്ന് അറിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല നിയമോപദേശം തേടിയിട്ടില്ല എന്നതും ദുരൂഹമാണ്. സംസ്ഥാന സർക്കാരിന് ഒരു വിലയും കൽപ്പിക്കാത്ത കമ്പനിക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നും എവിടെയാണ് അവർക്ക് ഈ ധൈര്യം ലഭിച്ചതെന്നും പിണറായി ചോദിക്കുന്നു. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പോർട്ടിൽ സർക്കാർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ നികുതി പണമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. അദാനി മോദി കൂട്ടുകെട്ടിനെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായി പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അദാനിക്ക് തോന്നിയ പോലെ ചെയ്യാനാകുക എന്നാണ് വേണുഗോപാൽ പറഞ്ഞത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനിക്ക് തോന്നിയ പോലെ ചെയ്യാം. എന്നാൽ കേരളത്തിൽ അത്തരം ഒരു സർക്കാരല്ലെന്നും വേണുഗോപാൽ പറഞ്ഞിരുന്നു. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ലഭിക്കുന്ന പരിഗണന കേരളത്തിൽ അദാനിക്ക് ഇടയാക്കിയതെന്നും വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കാനുള്ള സർക്കാർ നീക്കം പ്രതിപക്ഷം ശക്തമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.